പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 16-ാം തീയതി വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളംകാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ അത് ശ്രദ്ധിച്ചിടണമെന്ന് അറിയത്തില്ല. ലോകം ചെറുപ്പക്കാരെല്ലാം ഇപ്പം ഈ ലോക ഫുട്ബോളിൻ്റെ പുറകെയാണ്. അതായത് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാക്ഷസന്മാരൊക്കെ പുറത്തായി. അതായത് പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി, പിന്നെ ഇപ്പം നോർവേ കയറി വന്ന് ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാഞ്ഞതെന്ന് ഭയങ്കര ചർച്ച. നമ്മൾ 140 കോടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാളും 150 കൂടെ ഗ്രാസിയ അങ്ങനെ എന്തൊക്കെ ചെറിയ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ലോക ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടി. നമ്മളിന്ന് പറയുന്ന പല രാജ്യങ്ങളും 94-96 സെലക്ഷൻ്റെ കാലത്ത് ഈ ഇന്ത്യ 7ാം സ്ഥാനത്തായിരുന്നു ലോകകപ്പ്. ആ ഇന്ത്യയിൽ നിന്ന് 144 പോയിരുന്നു. അപ്പോൾ കൂടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഹാർലൻഡ് തന്നെ കളിക്കാൻ ഞങ്ങൾ കണ്ടു കാണാം. അയാളുടെ ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരന് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ വിലയിരുത്തലുണ്ട്. അല്ല, ഒരു വിലയിരുത്തൽ എനിക്ക് ഭയങ്കര റീസണബിളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിങ്സാണ് ഇവരൊക്കെ, ഹാർലൻഡുകാരൊക്കെ. അപ്പോൾ അവർ പണ്ട് ഒറ്റ പാമരത്തിൽ ഒറ്റ പാകെട്ടി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കച്ചവടത്തിന് വന്ന പാർട്ടിയാണ് ഈ ബൈക്കിങ്സ് എന്ന് പറയുന്നത്, ഈ ഹാർലൻഡിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരുടെ ഭയങ്കര കാടൻ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ DNA ഒക്കെ കാടൻ DNA ആയിരിക്കും. കാര്യം കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, ആ ഓടിപ്പോണ പോക്കിൽ പലരെയും തള്ളി താഴെയിട്ടാണ് പോണത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നുമില്ല. അത് കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ എന്ത് വിഷയത്തിൽ അത്രയും കണ്ടിങ്ങനെ റഫാണ് അവർ, ഈ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ പോലെ. ഇന്ത്യക്കാരിങ്ങനെ റഫ് ആൻഡ് ടഫ് ആകത്തില്ല. മറ്റവർക്കാണെങ്കിൽ അവർ ആംഗ്ലോ സാക്സൺ വർഗ്ഗമാണ്, യൂറോപ്യൻസ്. അവരിങ്ങനെ ഒരു ആനിമലിൻ്റെ പുറകെ ഓടിച്ച് പിടിച്ച് ആണ് മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവിടെ പൂർവികർ അങ്ങനെയായിരുന്നു, ആംഗ്ലോ സാക്സൺസ്. ഇങ്ങനെ ഓടിപ്പിടിക്കണം. ചിലപ്പോൾ അതുമായിട്ട് കുത്തി ചിലപ്പോൾ ചത്തുപോയെന്നും വരും. ഇത്തിരി നേരം ഒരു നേരം കഴിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവർ ഭയങ്കര എനർജറ്റിക്കാണ്. ആ ലോകം മുഴുവൻ അവർ കീഴടക്കിയില്ലേ. അത് ഇതുകൊണ്ടാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ രാജ്യമല്ലേ ഉണ്ടാകണത്. കപ്പലോട്ടക്കാരുടെ കാലത്ത് അവർ പിടിച്ചെടുത്താണതെല്ലാം. ഇന്ത്യക്കാരൻ അങ്ങനെ കപ്പലോടാനൊന്നും പോയില്ല. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് പറയണതേ, നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായി, നമ്മൾ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ആ ഇരിപ്പ് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതെല്ലോ മഹാഋഷിമാരുണ്ടായിട്ടില്ലേ. ഇന്നുകൊണ്ട് അത്ര ഋഷിമാർ ഹിമാലയങ്ങളിലെ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. ഭക്ഷണം നമുക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പഴം കിട്ടിയാൽ മതി. അതിന് വേട്ടയാടി പിടിക്കലൊന്നുമില്ല. സസ്യബുക്കുകളാണ് പൊതുവേ ഇന്ത്യക്കാർ. അതിങ്ങനെ ഒരു 2-3 ലക്ഷം കൊല്ലം ഈ DNA, ഈ ജീൻസ് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ ഇരിപ്പുകാരാകും. പക്ഷേ ഇരിക്കണ പരിപാടിക്ക് നമ്മൾ അധികം ഓടാത്ത കാര്യങ്ങളില്ലേ. ഇപ്പം ചെസ്സൊക്കെ ലോകത്തിൽ 1ാം സ്ഥാനമാണ് നമുക്ക് ചെസ്സിന്. എന്താ, ഇരുന്നാൽ മതിയല്ല. ഫുട്ബോളിൽ 90 മിനിറ്റ് ഓടണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഓട്ടത്തിലല്ലേ. എന്ത് ഓടം എന്ത് മറിച്ചത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു DNA, അല്ല ഡോർമൻ DNA,
അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ ജോലി. ക്രിക്കറ്റിലും നമുക്ക് സ്റ്റമ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് അടിച്ചാൽ മതിയല്ല, ഒരു സിക്സൊക്കെ അടിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളത്ര മോശക്കാരൊന്നുമല്ലേ. നമ്മുടെ DNA ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുന്ന DNA ആണെന്നുള്ളത്. എന്താ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ലോകകപ്പ് പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തെ. എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ഈശോ ഈ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ് ഈ പഴയ മെഷർ കൊണ്ട് നടക്കത്തില്ല കേട്ടോ, പുതിയ വീഞ്ഞാണിത്, ഇത് പഴയ തോൽക്കുടത്തിൽ കൊണ്ടുപോയി വെക്കരുത്. മറ്റേത് അതാണ് ലൂക്ക 5:37-38. ലൂക്ക 5:37-38. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പം ഉടമ്പടി ഒരു പുതിയ വീഞ്ഞാണ്. അത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ 33 പ്രാവശ്യം ചെല്ലിയെന്ന് പറയുമ്പോൾ ഈ പഴയ തോൽക്കുടമാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ആ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യുകയാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിവിട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും അതുകൊണ്ട് പുതിയ ഫലങ്ങൾ ഉണ്ടാക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.